കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു LDF കൺവീനർ EP ജയരാജനും കേരളത്തിന് ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെന്ന് നന്ദകുമാർ പറയുന്നു. തീയതിയോ ഏത് ഫ്ളാറ്റ് എന്നതോ ഓർക്കുന്നില്ല. തനിക്കൊപ്പം ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് ജാവദേക്കർ അവിടെയുണ്ടെന്ന് EP അറിയുന്നത്. ലാവ്ലിൻ കേസ് അവസാനിപ്പിച്ച് പിണറായിയെ രക്ഷപ്പെടുത്താമെന്നും സ്വർണ്ണക്കടത്ത് കേസ് അവസാനിപ്പിക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. തൃശൂരിൽ CPI മത്സരിക്കുന്നതിനാൽ ഒന്നും ചെയ്യാനാകില്ലെന്നായിരുന്നു ജയരാജന്റെ മറുപടിയെന്ന് നന്ദകുമാർ പറയുന്നു. ഇതല്ലാതെ ജയരാജനെ BJPയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടില്ല. ജാവദേക്കർ തിരുവനന്തപുരത്ത് വന്ന് അവിടെ ഒരു ഫ്ലാറ്റിൽ പോയാണ് ഞങ്ങൾ കൂടിക്കാഴ്ച. ഫ്ലാറ്റിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. കാറ് ഫ്ലാറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ സംരക്ഷകനായുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്യാൻ വന്നത്. അല്ലാണ്ട് EP ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ അനാഥനാവാൻ BJP പോവാൻ? എന്തെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് ഒരു സീറ്റ് പിടിക്കാം, എന്തു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാർ. SNC ലാവലിൻ പിൻവലിക്കും, എല്ലാ കേസുകളും ഒഴിവാക്കും, 26 തിരിച്ചു വരാനുള്ള ചാൻസ് ഒരുക്കും. ഒള്ളി സുരേഷ് ഗോപി. KPCC അധ്യക്ഷ പദവി കിട്ടിയില്ലെങ്കിൽ K സുധാകരൻ BJPയിലെത്തുമായിരുന്നു. സുധാകരൻ കയ്യിലെന്ന് പോയെന്നാണ് ജാവദേക്കർ പറഞ്ഞത്. ചെന്നിത്തല, K മുരളീധരൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് ജാവദേക്കർ പറഞ്ഞതായും നന്ദകുമാർ പറയുന്നു. സുധാകരൻ ഓൾറെഡി വീഴ്ചു. KPCC കിട്ടിയില്ലെങ്കിൽ സുധാകരൻ ആണ്. അല്ലാണ്ട് ഇന്ന് സുധാകരൻ EP ജയരാജൻ്റെ പേര് പറഞ്ഞു. സുധാകരൻ 100% തീരുമാനത്തിലെത്തി. സാമ്പത്തികവും ഭൗതിക സാഹചര്യവും എല്ലാം ഫിക്സ് ചെയ്ത്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി ലഭിക്കാൻ 1 കോടി രൂപ സംഘടിപ്പിക്കാനായാണ് സ്ഥലം വിൽക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നോട് പറഞ്ഞു. നിയമപ്രശ്നങ്ങൾ മൂലമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി താൻ വാങ്ങാതിരുന്നത്. തന്നെ പരസ്യമായി അപമാനിച്ച നന്ദകുമാറിനെതിരെ കേസെടുക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്നെ വ്യക്തിഹത്യ നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാനിവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. BJPയിലെത്താൻ 90% സന്നദ്ധനായ EP പിന്നീട് പേടിച്ച് പിന്മാറുകയായിരുന്നുവെന്നും ശോഭ ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോൾ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം, ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.